ദിയയുടെ സ്റ്റാറ്റസിൽ കണ്ട അതേ ചായ ഗ്ലാസ് അല്ലേ? മീര ഞാൻ വിളിക്കാം. അല്ലെ മീരയുടെ ഇതൊക്കെ നോർമലാണ്. ആള് കുറച്ച് പൊസസീവാ. ഇത് പൊസസീവ്നെസ് ഒന്നുമല്ല, ടോക്സിക്കാ. നീ ശരിക്കും മീരയുടെ കൂടെ ഓക്കെയാണ്? നിന്നൊന്ന് ശരിക്കും തിരിച്ചു കണ്ടിട്ട് എത്ര കാലം എന്നറിയും. മീര, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്നത് നിനക്ക് എന്താ അത്ര ഇഷ്യൂ? എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ എന്തിനാ വീഡിയോ കോൾ ചെയ്തേ? അത് നിന്നെ കാണാൻ. അപ്പൊ നിതിനെ വിളിച്ച് ഓരോന്ന് പറഞ്ഞ എന്തിനാ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാക്കൂ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. പിന്നെ എനിക്ക് നഷ്ടമാവുന്നുള്ള പേടിയുണ്ടാ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലക്കൂ. സോറി, ഞാൻ പെട്ടെന്ന്. ഹലോ അമ്മേ. ആ മോനെ, അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, നീ വരില്ലേ? ആ അമ്മ, ഞാൻ വരും. പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് അങ്ങ് എത്തിക്കോളേ. നീ വന്നിട്ട് കേക്ക് മുറിക്കുള്ളൂ കേട്ടോ. അയ്യോ അമ്മ, വെയിറ്റ് ഒന്നും ചെയ്യണ്ട, ഞാൻ അങ്ങ് എത്തിക്കോളാം. വരുമ്പോഴേ അച്ഛനൊരു ഷർട്ടും കൂടി വാങ്ങിച്ചുകൊണ്ട് വരണേ. ആ അമ്മ, അത് ഞാൻ ഏറ്റു. മീര, ലേറ്റ് ആയി, ഞാൻ പോട്ടെ. ബൈ, ലവ് യു. മീര, എനിക്ക് പോണം, ടൈം. എന്താ മീര? ചെറിയൊരു പനി പോലെ. കുഴപ്പമൊന്നുമില്ല. എൻ്റെ ട്രെയിൻ മിസ്സാവണ്ട. ചെന്നോ. മീര, തല ഇറങ്ങണക്കോ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്നോ? കുഴപ്പമില്ല, അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ, എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എടാ, എന്നാലും നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോവാ? ഐ ക്യാൻ മാനേജ് ഇറ്റ്. കുറവുണ്ട്. എന്നാലും നിന്നെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ പോവാ? അക്കോ, ഇതൊന്ന് കെട്ടിപ്പിടിക്കൂ. തലവേദന എടുക്കുന്നു. എടുക്കണില്ലല്ലോ. നീ ഒന്ന് വിളിച്ചു നോക്കിയേ, ആ ബസ്സിലാണെങ്കിലേ. എടുക്കുന്നില്ല, അതിനി വരില്ലായിരിക്കും. നമുക്കൊന്ന് മുറിച്ചാലോ?